അടിപൊളിയായിട്ടുണ്ടല്ലേ കാണുമ്പോൾ. ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ഹിന്ദുസ് ആണോ എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇത് ഇങ്ങനത്തെ ഇതാവുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര വരുന്നുള്ളത്? ഏവറേജ് ഞാൻ പറഞ്ഞ ഒരു 1500 താഴെ. അത് ഇത്രയും വ്യക്തമായിട്ട് പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പാണ്, എന്നാൽ ഒരു വീഡിയോയിൽ വലുതായിട്ടത് കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാർ അവിടെ വന്നിട്ട് കബളിച്ച് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇത്. ഇത്രയും ഇതേപോലെ തന്നെ സ്റ്റോക്കുകൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം, നമ്മുടെ ഏരിയയും കാണിച്ചു തരാം. സാരികളായാലും സെറ്റ് മുണ്ടും സെറ്റ് സാരി എല്ലാം ആയാലും എല്ലാം ഹോൾസെയിൽ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വെറും 1200 സംതിങ് വരുന്ന നല്ല, അതായത് പട്ടുസാരിയുടെ അത്രയും ക്വാളിറ്റി ഉണ്ടാവും. നല്ല വെയിറ്റ്ലെസ് ആണ്, നല്ല വെയിറ്റ്ലെസ് ആയിട്ട്. പല്ലിയിലേക്ക് വരുന്ന കളറ് കൂടുതൽ ഭംഗി വരുന്നത്. നമുക്ക് അങ്ങനെ ഇതാണ് എന്റെ ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരും, കോൺട്രാസ്റ്റ് തന്നെയാണ് ബ്ലൗസ്. ഫ്ലക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും ഓണക്കോടിയൊക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് സുഭാഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കടയുടെ ഓണറായിട്ടുള്ള സുഭാഷ് ഏട്ടൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സിനെ പറ്റിയിട്ട്, സാരികളെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം തന്നെ സുഭാഷ് ഏട്ടനെ പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് സുഭാഷ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കുത്താമ്പള്ളിയാണ്. കുത്താമ്പള്ളി സുഭാഷ് ടെക്സ്റ്റൈൽസ് ആണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. നമ്മളിത് കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് അച്ഛൻ്റെ കാലം മോക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു 30-32 കൊല്ലത്തോളം ആയി ഈ ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിതിപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നതാണ്. എനിക്കിപ്പോൾ 45 വയസ്സോളമായി. ഞാനിപ്പോൾ ഈ ഫീൽഡ് തന്നെയാണ് ഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഐറ്റങ്ങളെ പറ്റിയിട്ടും ക്വാളിറ്റിയെ പറ്റിയും നമുക്കെല്ലാം ഒരാൾ പറഞ്ഞു കൊടുത്ത് അറിയണമെന്നില്ല. നമുക്കത് ഓട്ടോമാറ്റിക് നമുക്ക് എല്ലാ ഐറ്റത്തിൻ്റെ ക്വാളിറ്റികൾ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാ ഐറ്റങ്ങളും എടുത്ത് കസ്റ്റമറിനനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ക്വാളിറ്റി ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും. ഇന്നതാണ്, ഇങ്ങനെയാണ്, വെള്ളത്തിലിട്ട ശേഷം ഇങ്ങനെ വരുന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി ഫുള്ളായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ ഞാനിത് കുറേ കാലങ്ങളായിട്ട് ചെയ്ത് ഹോൾസെയിലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളത് റീറ്റെയിലും കൂടി കമ്പയർ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അതായത് ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ട കല്യാണ സാരികളും ഒക്കെ, പിന്നെ ഗിഫ്റ്റ് സാരികൾ, പിന്നെ കുട്ടികളുടെ ഉടുപ്പ്, അങ്ങനെ കല്യാണത്തിന് വേണ്ട ഏകദേശം ഞാൻ എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 90-92% ഞാൻ, ഒരു 8% ഞാൻ വിട്ടുകൊടുക്കുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താണെന്ന് ഇല്ലാത്തത് നമുക്കറിയില്ല. അപ്പോൾ അത് കസ്റ്റമർ ഓരോന്ന് പറയുന്നതനുസരിച്ച് നമ്മളത് കറക്റ്റാക്കി കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഈ പറഞ്ഞ പോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സെറ്റ് മുണ്ടായാലും ശരി, ഡബിൾ മുണ്ട്, അങ്ങനെ ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ട് പീസ്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അതായത് കല്യാണത്തിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അല്ലാതെ പട്ടുസാരികൾ മാത്രമല്ല, സെറ്റ് മുണ്ട് മാത്രം അങ്ങനെയല്ല, എല്ലാ ഐറ്റങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ഓണായിട്ട് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ട്. നമ്മളൊരു 5 സാരി നമ്മൾ ഗീവ് അവേ, അതായത് അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടാന്ന് വെച്ചാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ അടിയിൽ സുഭാഷ് ഏട്ടന് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ അതിലെല്ലാം പുതിയ വെറൈറ്റികൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വെറൈറ്റികൾ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കാറുണ്ട്. വീഡിയോസ് ദിവസം വരാറുണ്ട്. അപ്പോൾ അതിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നിങ്ങളുടെ ഈ മോഡൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് ഞങ്ങൾ അടിപൊളി ഗിവ് അവേ കൊടുക്കും. അല്ലേ? അടിപൊളി സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്തായാലും അതൊക്കെ കാണിച്ചു കൊടുക്കാം. ആയിട്ടായാലും നമ്മള് കാണിക്കുന്നത്. അപ്പൊ പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഏത് ടൈപ്പ് സാരികളാണ് നിങ്ങൾക്ക് ഗിവ് അവേയിലൂടെ കിട്ടുന്നതെന്നും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ആദ്യം സെറ്റ് മുണ്ടുകളിൽ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് പോവാം. ഓണായതുകൊണ്ട് ഫസ്റ്റ് തന്നെ കേരള സാരി തന്നെ തുടങ്ങാം. ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഫ്ലോറൽ പ്രിന്റ്. അതായത് ഇത്രയും കൊല്ലം അങ്ങനെ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അല്ലാതെ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ട് കൃഷ്ണൻ പീലി അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഇത് താമരപ്പൂ ലോട്ടസിന്റെ ആണ്. ഇത് ഫുള്ളായിട്ട് ഓൾ ഓവർ ഇത് ഫ്ലോറൽ പ്രിന്റ് എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണി വരുന്ന ഭാഗം. ഇത് മുന്താണി വരുന്ന ഭാഗമാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണുമ്പോൾ. അതായത് ഇത് ഏത് ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത്
ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ഹിന്ദുസ് ആണോ എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇത് ഇങ്ങനത്തെ ഇതാവുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ പടമാകുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ക്രിസ്ത്യൻസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാവുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ ടൈപ്പാണ്. ഇതിലിപ്പോൾ കുറേ ഡിസൈനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് പുറം ഓപ്പൺ ആക്കി. ഇനി ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഇതേ സാധനം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇതൊരു വെറൈറ്റി ആണ്. ഇത് റോസാപ്പൂവിൻ്റെ ഒരു ടൈപ്പ്. ഇത് അതേപോലെ ഒരു ചെറിയ പൂക്കളുടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ്. ചെറിയ പൂക്കൾ എടുക്കാം. ഇത് റോസാപ്പൂ. ഇത് നന്നായിട്ട് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സാരിയും. ഇതൊക്കെ ഓൺലൈനിൽ കുറേ സാരി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ഇതിപ്പോൾ റീസ്റ്റോക്ക് വന്നുകൊണ്ടേയിരിക്കും തന്നെയാണ്. ഇതിപ്പോൾ ഓണം വരയ്ക്കും ഫുള്ളായിട്ട് ഇതേ സ്റ്റോക്ക് ഉണ്ടാവും. നമ്മളടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ നമുക്കിപ്പോൾ എല്ലാം ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുണി എടുത്തിട്ട് പോകാൻ പറ്റും. ഇത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പോൾ ഈ തിരക്ക് ഓണത്തിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ് ഓൺലൈനിൽ നമുക്ക് ഇത് കൂടുതലായിട്ട് കാണിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് തെറ്റായിട്ട് വിചാരിക്കരുത്, തിരക്കായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ അടുത്ത് ഓൾറെഡി ഇപ്പോൾ ഇത് അജ്രക്ക് വന്നിട്ടുണ്ട്, ഡോൾക്ക പ്രിൻ്റ്, പിന്നെ ഒരു ചെമ്പകത്തിൻ്റെ സാരി അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനത്തെ ചെമ്പകത്തിൻ്റെ സെറ്റ് മുണ്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കൊല്ലം ഇപ്പോൾ കൂടുതലായിട്ടും പോയ സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഓരോ ഡിസൈനിലും നമ്മൾ ഒരു 3000-2000 പീസോളം നമ്മൾ ഇതിൽ ഈ ഐറ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ഈ കൊല്ലം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളാണ്. പൂക്കളാണ് കൂടുതൽ. അതെ. അതായത് മുമ്പത്തെ ആ ഒരു ട്രെൻഡ് മാറിയിട്ട് ഈ കൊല്ലം കുറച്ചൊരു മാറ്റപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. അതായത് കൃഷ്ണനും പീലിയും കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും പോറാവാൻ തുടങ്ങി. കഥകളി കൃഷ്ണൻ പീലി ഇതൊക്കെ കണ്ട് മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെയൊക്കെ ഇതെല്ലാം സെറ്റുമുണ്ടുകൾ തന്നെയാണ്. റാക്ക് ഫുള്ള് എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇതിപ്പോ പിന്നെ പുതിയതായിട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, ഇപ്പോ സ്റ്റിക്കർ വർക്കാണിത്. ഇത് മ്യൂറൽ പ്രിന്റ് അല്ല, ഇതൊരു സ്റ്റിക്കർ വർക്കാണ്. എന്നാ പൂവത്തില്ല, വാഷ് ചെയ്ത പൂവില്ല. നമ്മളിത് ഡിജിറ്റലായിട്ട് തന്നെ കാണും ചെയ്യും. അപ്പോൾ വർക്കിന്റെ കോസ്റ്റും കുറയും ചെയ്യും. നമുക്ക് മുമ്പ് കയ്യിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റാ. അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഡിജിറ്റൽ ആയിരിക്കും ചെയ്യും, പൂവില്ല. സ്റ്റിക്കർ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോന്നിങ്ങനെ കാണിച്ചു പോകുന്നുള്ളൂ. എല്ലാ റാക്കിലും എല്ലാ ഡിസൈനുകളും ഇതിൽ കുറേ ടൈപ്പ് ഡിസൈനുകൾ കാണുന്നുണ്ട്. ഇനി അമ്മമാർക്ക് വേണ്ട ടൈപ്പ് കമ്പിക്കര, ഈർക്കലിക്കര, പുളിയിലക്കര അങ്ങനത്തെ ടൈപ്പ് സെറ്റ് മുണ്ടുകളും നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. മുള്ളോത്ത് അങ്ങനത്തെ ടൈപ്പ്, പിന്നെ പ്രിന്റഡ് ടൈപ്പ് സെറ്റ് മുണ്ടുകൾ. ഇതിൽ നമ്മളിപ്പോൾ കാണിച്ചത് എല്ലാം സെറ്റ് മുണ്ടുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന കുറച്ച് സാരികളും കൂടി കാണിച്ചേക്കാം. സെറ്റ് സാരികൾ, അതായത് കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു റൂമിലല്ല നമ്മുടെ ഷോപ്പ് കിടക്കുന്നത്. നമ്മുടെ ഏകദേശം ഒരു സെക്ഷൻ വന്നിട്ട് ഒരു 4000 സ്ക്വയർ ഫീറ്റ് അവിടെ ഉണ്ട്. അതല്ലാതെ നമ്മുടെ ഇപ്പുറത്ത് ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പുറത്ത് പിന്നെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതായത് ചെറിയ റൂമിൽ ഇങ്ങനെ വീഡിയോ തിരിച്ചും മറിച്ചും കാണിച്ചിട്ട് വലിയ റൂമാക്കിയിട്ട് നമ്മൾ കാണിക്കുന്നില്ല. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇത്രയും വ്യക്തമായിട്ട് പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പാണ്, എന്നാൽ ഒരു വീഡിയോയിൽ വലുതായിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാർ അവിടെ വന്നിട്ട് കബളിച്ച് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമല്ല ഇത്. ഇത്രയും ഇതേപോലെ തന്നെ സ്റ്റോക്കുകൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം, നമ്മുടെ ഏരിയയും കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാം നമ്മുടെ സെറ്റ് സാരികളാണ് ഇപ്പോൾ ഈ റൂമിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ലൈൻസ് ഉള്ള സെറ്റ് സാരികൾ വരുന്നുണ്ട്, അതേപോലെ ടിഷ്യൂവിൽ ചെക്ക് വരുന്നുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പുകൾ വരുന്നുണ്ട് കേട്ടോളൂ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോറൽ പ്രിന്റിൻ്റെ ആണ് കൂടുതലും. ഇതൊക്കെ പുതിയ ടൈപ്പുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ കസവൊന്നും പുറത്തേ വന്നിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ഗോൾഡൻ കസവ് കണ്ടിട്ടുണ്ട്, സിൽവർ കസവ് ഉണ്ട്. റോസ് കസവില് റോസ് ഗോൾഡിൽ നിന്ന് വീണ്ടും ഒരു ഡാർക്ക് വരുന്ന ടൈപ്പാണിത്. റോസ് ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഇതായിരുന്നു. അപ്പൊ അതിന്നൊരു മാറ്റപ്പെടുത്തിയിട്ട് കുറച്ചും കൂടി ഒരു ടച്ച് കൊടുത്തിട്ട് ഇത് നന്നായിരിക്കും. സാരികളൊക്കെ ഇതൊക്കെ നന്നായിട്ട് എടുക്കുന്ന സാരികൾ, നന്നായിട്ട് പോകുന്ന സാരികൾ തന്നെയാണ്. അതേപോലെ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വീതി കൂടിയ, നമ്മളിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സാരി ഹാൻഡ്ലൂമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11,000 രൂപ 12,000 രൂപ വരുന്ന സാരികളായിരിക്കും ഇത് ഹാൻഡ്ലൂമിൽ എടുക്കുമ്പോൾ. ഇതിന്റെ റേറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ആവറേജ് എത്ര വരുന്നുള്ളത്? ആവറേജ് ഞാൻ പറഞ്ഞ ഒരു 1500 താഴെ. അത്ര ഉള്ളു സാരിക്ക് 4000 സംതിങ് അല്ല 10,000. ഇത് 10,000 രൂപയുടെ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ്. ഞാൻ ഈ പറഞ്ഞ 1500 ഉള്ളിൽ വരുന്ന സാരികളാണ് ഇതെല്ലാം. 1500 രൂപയുടെ ഉള്ളിലാണ് ഈ സാരികൾ വരുന്നത്. 10,000 രൂപ നമുക്ക് തോന്നുകയും ചെയ്യും. ബോക്സിൽ മോശമായിട്ടൊന്നും ഇടരുത്. തീർച്ചയായിട്ടും ഇത് നമ്മളത് വില പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവരും കുറേ ആൾക്കാർ ഇതിനെ വെച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഒരാളെ കേട് വരുത്തിയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത്. ഏകദേശം ഒരു 1500 രൂപയിൽ ഒതുങ്ങുന്ന ഒരു സാരി. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ സുഭാഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ദിവസം വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഐറ്റത്തിൻ്റെ അതിൽ അടിയിൽ നമ്മൾ
വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡീറ്റെയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വില പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതിനൊന്നും അത് പ്രശ്നമല്ല. നിങ്ങൾക്ക് നേരെ സുഭാഷേനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും. അങ്ങനെ ഇതൊക്കെ ലൈൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ ടൈപ്പ് വരും. ലൈൻസ് വരുന്നുണ്ട്, ചെക്ക് വരുന്നുണ്ട്. ഇതിലെങ്കിൽ എങ്ങനെ ഞാൻ പറയാന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു വീഡിയോ കൊണ്ട് തീരില്ല. ഒരു വീഡിയോ കൊണ്ട് തീരില്ല. എന്നാലും ഒന്ന് ഏകദേശം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് മാത്രം ഞാൻ ഇപ്പൊ ഒന്ന് കാണിച്ചു. ഇതൊക്കെ ആ കസവിൽ ഇപ്പൊ നമ്മളത് പ്ലെയിൻ കണ്ടു. അതിന്റെ തന്നെ വർക്ക് വരുന്നതാണ്. ഇതൊക്കെ വർക്ക് വരുന്ന സാരികളാണ്. അതേപോലെ ഞാൻ അജ്രക്കിന്റെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അജ്രക്കിന്റെ സെറ്റുമുണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സാരികളാണ്. എല്ലാറ്റിനും അജ്രക്കിന്റെ സെറ്റുമുണ്ടായാലും സാരി ആയാലും അതിന് വിത്ത് ബ്ലൗസ് ഉണ്ടാവും കേട്ടോ. എല്ലാറ്റിനും ഇതിന്റെ സെയിം മാച്ച് തന്നെ ബ്ലൗസ് ഉണ്ടാവും. അതേപോലെ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഒരു ട്രെൻഡാണ് ഈ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് കളർ വരുന്ന ഒരു ടൈപ്പ്. ഇത് ടിഷ്യൂലാണ്. ഇതിൽ പിന്നെ കോട്ടനും ഉണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനത്തെ കോട്ടനും വരുന്നുണ്ട്, ടിഷ്യൂവും വരുന്നുണ്ട്. അത് ഏത് വേണമെങ്കിൽ നമുക്ക് പല കളറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കളർ എടുത്ത് കാണിക്കണമെന്ന് മാത്രം, മോഡലിന് മാത്രം കാണിച്ചു കൊടുക്കണമെന്ന് മാത്രം. അതേപോലെ ഇതൊരു ടെമ്പിൾ വർക്ക് നോക്കൂ. ഇതൊക്കെ ഇപ്പൊ ഇട്ട സാരികൾ തന്നെയാണ്. ഇങ്ങനെ ഫുള്ളായിട്ട് ടെമ്പിൾ വർക്ക് വരുന്ന സാരികളാണ് ഇതെല്ലാം. അടിപൊളി. ടെമ്പിൾ വർക്ക് ഫുള്ളായിട്ട് സൈഡ് ബോർഡർ കൂടി ഉണ്ടാവും. പിന്നെ അതേപോലെ തെയ്യം, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സാരികളാണ്. വരും. അതേപോലെ സൈഡ് ഫുള്ളായിട്ട് ഇതേപോലെ ആ തെയ്യം ഫുള്ളായിട്ട് ഉണ്ടാവും ചെയ്യും. ഇത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒന്നും പോലും. അതൊക്കെ ഗ്യാരണ്ടിയാണ്. അതേപോലെ നമുക്ക് റേറ്റിന്റെ കുറവില് ഗിഫ്റ്റ് സാരികളായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്തൊരു വില ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി. സ്റ്റാർട്ടിങ് അതായത് ഒരു 275 രൂപ മോക്ക് നമുക്ക് സാരികൾ കൊടുക്കാൻ പറ്റും. 275 രൂപ മോക്ക് നമ്മുടെ അടുത്ത് 2000 രൂപ വരെയും സാരികൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വിലക്കനുസരിച്ച് നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാരികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ തന്നെ ഇപ്പൊ നമ്മള് ആ ഫ്ലോറൽ പ്രിന്റിന്റെ തന്നെ ടോപ്പുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ചുരിദാറിന്റെ ടോപ്പുകൾ എടുക്കാൻ പറ്റും. അതേപോലെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുണ്ട്. അതേപോലെ അതിൽ തന്നെ ഇങ്ങനെ കുറെ റോസ് ഗോൾഡും മിക്സിംഗ് ആയിട്ട് റോസ് ഗോൾഡും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡ് വർക്ക് വരുന്നത് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാറ്റിലും ടോപ്പുകൾ വരുന്നുണ്ട്. ഇതിൽ ടോപ്പുകളും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കളർ സാരികൾ ഇതെല്ലാം ഹാഫ് ആൻഡ് ഹാഫും കാണിച്ചു കൊടുത്തു. ഇതിലെല്ലാം സാരികൾ കാണിച്ചു കൊടുത്തു. ഇനി ഇതിലെല്ലാ സാരികളും എത്ര വേണമെങ്കിലും സ്റ്റോക്കുകൾ കിട്ടും. യൂണിഫോം സാരിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിലും വീഡിയോ കോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓരോ ഐറ്റങ്ങൾ തനിച്ച് വേണമെങ്കിൽ നോക്കാനും പറ്റും കേട്ടോ അതില്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന കുറച്ച് ഡബിൾ മുണ്ടുകളും കൂടി കാണിച്ചു തരാം ഞാൻ. അപ്പൊ നമ്മൾ ചേച്ചിമാർക്കുള്ള സെറ്റ് സാരിയും കണ്ടു. അപ്പൊ ചേട്ടന്മാർ വിചാരിക്കുന്നു ചേട്ടന്മാർക്കൊന്നും കാണിച്ചു തന്നില്ല എന്നുള്ള, ഓണായിട്ട് കാണിച്ചു തന്നില്ല എന്നുള്ള വിഷമം വേണ്ടതേ. ചേട്ടന്മാർക്കുള്ള ഡബിൾ മുണ്ടുകളാണ് ഇതെല്ലാം. ഇപ്പൊ ബ്ലീച്ചിൽ വരുന്നുണ്ട്. അതേപോലെ കോടി കളറിൽ വരുന്നുണ്ട്. കോടി കളറിൽ പിന്നെ അതേപോലെ അതിൽ കോപ്പർ വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്. പിന്നെ റോസ് ഗോൾഡും കസവും മിക്സ് ചെയ്ത് വരുന്നുണ്ട്, സിൽവറും കസവും മിക്സ് ചെയ്ത് വരുന്നതുണ്ട്. പിന്നെ അതിൽ തന്നെ അതിലിപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രം പ്രിന്റ് എന്നുള്ളത് വേണ്ട, ആണുങ്ങൾക്കും നമ്മളതിൽ ഇങ്ങനെ പ്രിന്റുകൾ നമ്മൾ അതിലും ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾക്കും അതേപോലെ ആണുങ്ങൾക്കുള്ള പ്രിന്റഡ് ഇങ്ങനത്തെ ടൈപ്പുകളും അതിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പീലി ഇങ്ങനെയൊക്കെ ഇതിപ്പോ ആണുങ്ങളുടെ മുണ്ടുകളിലും ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും റേറ്റ് കൂടുതലായിട്ട് വരില്ല, റേറ്റ് കുറവ് തന്നെ വരുള്ളൂ. ഏവറേജ് ഇത് ഞാൻ പറഞ്ഞില്ല. മുണ്ടുകൾ വന്നിട്ട് നമുക്ക് 200 രൂപ മൂക്ക് നമുക്ക് മുണ്ടുകളുണ്ട്. അതേപോലെ 1500 2000 രൂപ വരെ മുണ്ടുകൾ എല്ലാ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുണ്ടുകളുണ്ട്. അത് നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് എങ്ങനെ വില നമ്മൾ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് മുണ്ടുകൾ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഈ സെക്ഷനിൽ ഫുള്ളായിട്ട് കാവി മുണ്ടുകളും അതേപോലെ ചീപ്പറായിട്ടുള്ള കാവി മുണ്ടുകൾ, ലുങ്കി, തോർത്ത് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടേക്ക് ഈ കുത്താമ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്ക് എങ്ങനെ വരണ്ടേ എന്നുള്ളതിന്റെ റൂട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിപ്പോ എറണാകുളത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വാണിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് കുതിരാനം ടണൽ കഴിഞ്ഞിട്ട് കറക്റ്റ് 2 കിലോമീറ്റർ കേട്ടോ. 2-2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഇടതുവശത്ത് ഒരു കുരിശുപള്ളി കാണാം. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് 27 കിലോമീറ്ററാണ് കുത്താമ്പള്ളിക്ക് വരുന്നത്. അപ്പോൾ കുത്താമ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്താമ്പള്ളി വരുമ്പോൾ പഴയന്നൂർ കഴിഞ്ഞാൽ പഴയന്നൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വരുമ്പോൾ കുത്താമ്പള്ളിക്കുള്ള റോഡ് ഇടത്തോട്ട് തിരിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ വരണം എൻ്റെ ഷോപ്പിലേക്ക് വരണമെങ്കിൽ. അതായത് കുത്താമ്പള്ളി ഗവൺമെൻറ് UP സ്കൂൾ, അതായത് എരവത്തൊടി കഴിഞ്ഞാൽ അത്താണി സ്റ്റോപ്പ് കഴിഞ്ഞാൽ കയറമ്പാറ കഴിഞ്ഞാൽ പഴശ്ശിരാജ സ്കൂള്, അത് കഴിഞ്ഞിട്ട്
കുത്താമ്പള്ളി ഗവൺമെൻറ് UP സ്കൂള്, അത് കഴിഞ്ഞ് കിണർ സ്റ്റോപ്പാണ് എൻ്റെ ഷോപ്പ് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്താമ്പള്ളിയുടെ പ്രോപ്പറായിട്ടുള്ള കുത്താമ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഏരിയയാണ് കുത്താമ്പള്ളിയായിട്ട്. അതായത് ഇത് 30 കൊല്ലത്തിന് മുമ്പ് ഇവിടെയാണ് കുത്താമ്പള്ളി. ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ കടകൾ അങ്ങനെ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള കടകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും തിരിച്ചു പോകരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കടകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കടയിൽ വന്നിട്ട് എൻ്റെ കടയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സജഷന് വേറെ കുറേ കടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ കുറേ മുന്നേ തന്നെ നിന്നിട്ട് ഇപ്പോൾ അവിടെ തന്നെ സ്റ്റോക്കില്ല, അവിടെ തിരക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് പോരേണ്ട ഒരു ആവശ്യമില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കടകളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാ ഐറ്റങ്ങളും നോക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലാണ് നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. എവിടെ നിന്ന് വരുന്നവർക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് നിന്ന് 18 കിലോമീറ്ററാണ് നമ്മുടെ കുത്താമ്പള്ളിക്ക് വരുന്നത്. അത് അവിടെ തന്നെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ കുത്താമ്പള്ളിക്കുള്ള ബസ് കിട്ടും. അവിടെ നിന്ന് ബസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡ്രൈവറിൻ്റെ അടുത്തും കണ്ടക്ടറിൻ്റെ അടുത്ത് പറയണം. അതായത് അല്ലെങ്കിൽ അവർക്ക് എവിടെ മാർജിൻ കിട്ടുന്നോ അവിടെ ഇറക്കി വിടുന്നതാണ് ഇപ്പോൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിണർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ പഠിക്കൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നോക്കി നിങ്ങൾക്ക് ക്വാളിറ്റി, വില എല്ലാം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. അതിൽ വില കൂടുതലാണ് നിർബന്ധമേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ വില കറക്റ്റാണ്, നിങ്ങൾക്ക് നോക്കിയിട്ട് ക്വാളിറ്റി കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് വന്ന് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് നോക്കൂ, ചെയ്യൂ. എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്ന കുറച്ച് കളർ സാരികളുടെ ഐറ്റങ്ങളും കൂടി, ബ്രൈഡൽ സാരികളുടെ ഇതൊക്കെ ഒന്ന് വെറുതെ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ മുണ്ടുകൾ കണ്ടു, സെറ്റ് മുണ്ട്, സെറ്റ് സാരികൾ കണ്ടു. അപ്പോൾ നമുക്കിനി കുറച്ച് കളർ സാരികൾ കാണാം. അപ്പോൾ അത് നെക്സ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. അമ്പാടെ അടിപൊളിയാണ്, കളറ് വർണ്ണ ശബളമാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. കളർ സാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ സാരിയിൽ കോട്ടൺ സാരി, സോഫ്റ്റ് സിൽക്ക്, ബ്രൈഡൽ സാരികൾ, ഗിഫ്റ്റ് സാരികൾ, എല്ലാ ടൈപ്പ് സാരികളും നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ബ്രൈഡലിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് അങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ വൈഫാണ്. നമസ്കാരം. എൻ്റെ വൈഫാണ്. പേര് സുധാമണി. എൻ്റെ പേര് സുഭാഷ്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കളർ സാരികളും കൂടി ഇതിൻ്റെ ഒപ്പം കാണിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ഇതെല്ലാം കാണിച്ചു തരാം. എന്താ അപ്പോൾ നമ്മളിത് വളരെയധികം തന്നെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് നമുക്ക് പരമാവധി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് ചേച്ചി. അപ്പോൾ ചേച്ചി ഉടുത്തിരിക്കുന്ന സാരി തന്നെ ഫസ്റ്റ് തുടങ്ങാന്നാണ് പറയുന്നത്. പിന്നെ ഗോൾഡൻ ഷെയ്ഡിൻ്റെ കുറേ പേര് നമ്മളും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ജാംദിനി സിൽക്കാണ് ഈ സാരിയുടെ പേര്. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ച് കുറേ നമ്മൾ വീഡിയോ ഇട്ട് കുറേ സാരി വിറ്റുപോയ സാരിയാണ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ്. അതിൻ്റെ നല്ല നമുക്ക് വെഡ്ഡിങ്ങിന് ഉടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആയിരിക്കും. വെയ്റ്റ്ലെസ് ആണ്. ഇത് വെറും 1000 ഹോൾസെയിൽ പ്രൈസാണ് കേട്ടോ. നമ്മുടെ എല്ലാം സാരികളായാലും സെറ്റ് മുണ്ടും സെറ്റ് സാരി എല്ലാം ആയാലും എല്ലാം ഹോൾസെയിൽ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വെറും 1200 സംതിങ് വരുന്ന നല്ല, അതായത് പട്ടുസാരിയുടെ അത്രയും ക്വാളിറ്റി ഉണ്ടാവും. വെയ്റ്റ്ലെസ് ആണ്, നല്ല വെയ്റ്റ്ലെസ് ആയിട്ട്. പിന്നെ ഉടുത്തിരിക്കുന്ന അതേ സെയിം സാരിയുടെ കളർ ചേഞ്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. ആദ്യം പട്ട് സാരി എന്ന് പറയുമ്പോൾ കുറെ സമയം വേണം നമുക്കത് ഉടുക്കാനായിട്ട്. ഇത് ഒട്ടും വേണ്ട, നല്ല സുഖമായിട്ട് വേഗം ഉടുത്ത് വരും. ചെറിയൊരു വെഡിങ് ഫംഗ്ഷനൊക്കെ ഉടുത്ത് പോകാനും പറ്റിയ അതിലെല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. ഒരു 15 കളർ സെറ്റോളം ഈ സാരിയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുറേ കളേഴ്സ്. ഇതങ്ങനെ ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, വൈറ്റ് ഷെയ്ഡ്, അതേപോലെ കോഫി ബ്രൗണ്, പിന്നെ പിങ്ക് വേണമെന്നുള്ളവർക്ക് പിങ്ക് ഷെയ്ഡ്. പിന്നെ ഇതെല്ലാം നമുക്ക് യൂണിഫോമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പീസിനും ഇപ്പോൾ നമ്മൾ 100 പീസോളം നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്. അതേപോലെ പിന്നെ ഹോൾസെയിൽ പ്രൈസ് ആയത് കാരണം കുറേ വന്ന് പോയി ഷോപ്പിലേക്ക് വിൽക്കാനും അവർ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഇതെല്ലാം ഹാൻഡ്ലൂമിൻ്റെ പ്യുവർ കാഞ്ചീപുരം പട്ടിലേക്ക് വരുന്ന സെക്ഷനാണ്. ഇതെല്ലാം പ്യുവർ കാഞ്ചീപുരം പട്ടാണ്. വെയ്റ്റ്ലെസ് ആയിരിക്കും. 500 ഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ സാരി നെയ്തെടുക്കുന്നത് വന്നിട്ട് പട്ട് ഊടയിലേക്ക് ഇട്ടിരിക്കുന്നതും പട്ടാണ്. അതേപോലെ നെയ്തെടുക്കണ ആ നൂലും പട്ട് തന്നെ ആയിരിക്കും, പ്യുവർ പട്ടായിരിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ അറിയാൻ പറ്റും. പ്രൈസ് ഇത് വന്നിട്ട് പിന്നെ 7000 8000 വെഡിങ്ങിന് കാഞ്ചീപുരം പട്ട് തന്നെയാണ്. പിന്നെ നമുക്കിത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 3100 3200 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതിൽ വർക്കിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം അതിലേക്ക് പെട്ട് തന്നെയാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് വരുന്ന സിമ്പിൾ വരുന്ന കാഞ്ചീപുരം തന്നെയാണ്. ഇത് സിമ്പിളിലേക്ക് സൈഡ് ബോർഡർ കോൺട്രാസ്റ്റ് വരുന്ന കാഞ്ചീപുരം സാരികളാണ്.
ഇത് മാത്രമല്ല സ്റ്റോക്ക് ഇപ്പൊ വെറുതെ ജസ്റ്റ് നമ്മൾ കാണിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ കടയിൽ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഭാഷേന്റെ ചാനൽ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന 1.5 വാർപ്പാണ്. അത് വാർപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊടേ നൂലിന്റെ അതിന്റെ കണക്കാണ് 1.5 വാർപ്പ്, 2 വാർപ്പ്, 1 വാർപ്പ്. അപ്പൊ അതിനുള്ള വെയിറ്റുകളും കാര്യങ്ങളും വരും. എല്ലാം പട്ടും അതേപോലെ ഇട്ടിരിക്കുന്ന കസവും പ്യുവർ കസവ് തന്നെ ആയിരിക്കും. ഇതിലേക്ക് ഇട്ടിരിക്കുന്ന കസവെല്ലാം വെഡിങ് സാരികളാണ്. വെഡിങ് സാരിയിൽ കാഞ്ചീപുരം തന്നെ നല്ല റെഡ് കളർ, നല്ല റെഡ് കളറിലേക്ക് വരുന്നത്. ഇതിങ്ങനെയാണ്. ഇത് ഉള്ളിലേക്ക് വർക്കൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ബോർഡറിലേക്ക് ഹെവി വർക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. പല്ലുവും അതേപോലെ ഹെവി വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന. ഈ പട്ടും അതേപോലെ പ്യുവർ പട്ട് തന്നെ ആയിരിക്കും. ഇതൊക്കെ റേറ്റ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് തന്നെ. ഇതിപ്പോ 15,000, 16,000 ആ റേറ്റിലേക്ക് വരുന്ന സാരികളായിരിക്കും. വെഡിങ് പർച്ചേസിങ്ങിന് വരുന്ന ആൾക്കാർക്ക്, അതായത് വെഡിങ് സാരികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത്. ഇപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവിന്റെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് സാരികളുണ്ട്. അതേപോലെ ഇതും പ്യുവർ പട്ട് തന്നെയാണ്. ഇത് ഫുള്ളും ഗോൾഡൻ കസവിട്ട് നെയ്ത് വരുന്നത്. 2 ഗ്രാം ഗോൾഡിന്റെ ആണ് കേട്ടത്. ഫുള്ളും 2 ഗ്രാം ഗോൾഡിന്റെ കസവിട്ട് നെയ്ത് വരുന്നതാണ്. അപ്പൊ ഞാൻ ഓരോ പാറ്റേൺ മാത്രം ഇത് കാണിക്കുന്നുള്ളൂ. ഇതിന്റെ കുറെ കളറുകളുണ്ട്, അറിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ആ വീഡിയോയിൽ എല്ലാതും ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് സാരികൾ മാത്രമായിട്ട് കാണിച്ചിട്ട്. അതേപോലെ പ്യുവർ പട്ട് തന്നെയാണ്. പ്യുവർ കോൺട്രാസ്റ്റ് കളർ വരുന്നത്. കോൺട്രാസ്റ്റ് നല്ല അടിപൊളി ഗ്രീൻ കളറും. വീതി കൂടിയ ബോർഡർ വേണമെന്ന് കുറെ കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഇപ്പൊ നെയ്പ്പിച്ചെടുക്കുന്നത് തന്നെയാണ് ഇപ്പൊ വീതി കൂടിയ ബോർഡറിന്റെ. നല്ല തൊടുമ്പോ തന്നെ നല്ല ഒരു പട്ടിന്റെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അത് അറിയാൻ പറ്റും. പിന്നെ അതിന്റെ തന്നെ കുറഞ്ഞ റേറ്റിലേക്ക് വരുന്ന, അതായത് പട്ട് തന്നെയാണ്, ഒരു 7,000, 8,000 ആ റേറ്റിലേക്ക് വരുന്ന പട്ടിലേക്ക് പെട്ട സാരികളാണ് ഇതെല്ലാം. ഫുള്ള് ഗോൾഡന്റെ തന്നെ വർക്കായിട്ട് കൂടെ വരുന്നതാണ്. നീല കളർ. അതിലേക്ക് നോക്ക്, കോൺട്രാസ്റ്റ് വേണമെന്നുള്ളവർക്ക് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന റേറ്റൊന്നും പിന്നെയും എല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന റേറ്റും വിട്ടിട്ട് ഇതിനൊരു എത്ര % ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 10-15 അങ്ങനെ % ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമ്മളെപ്പോഴും വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ കളറുകൾ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറാണോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവും. അപ്പോൾ അത് ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പർച്ചേസ് ചെയ്യാം, നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് റെഡ് ഷെയ്ഡ്, ഇത് നമുക്ക് സാധാരണ വെഡിങ്ങിന് പോണ നല്ലൊരു കളറാണ് റെഡ് ഷെയ്ഡ്. റെഡ് ഷെയ്ഡിൽ കുറേ 2,000 രൂപ മുതൽ നമ്മൾ പട്ടുസാരി നെയ്പ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് 6,000 രൂപ ആ റേറ്റ് വരുന്ന നല്ല പട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പ്രൈസും വിട്ടിട്ട് ഇതിന് നല്ലൊരു ഡിസ്കൗണ്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ പർച്ചേസ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് നമ്മുടെ കൂടുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തത് ഏതാ ചേച്ചി? പട്ട് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഈ ഒരു പട്ട് സാരിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ സാരിയിലേക്ക് കടക്കാം. ഇത് മാത്രമല്ല, ഇതിപ്പോ കുറച്ച് സാരികൾ ഒരു സെക്ഷന്റെ റേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ 30,000 ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് സാരികൾ ഉണ്ട്. ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന സാരികളുണ്ട്. ഇത് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എന്റെ കല്യാണമാണ്, എനിക്ക് ഇന്നൊരു കളർ വേണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും സെറ്റ് ആക്കി തരും. ഇത് നോക്കൂ, ഇത് സ്റ്റോൺ വർക്ക് പുതിയൊരു പാറ്റേൺ ആണ്. ഇതിന് റെഡ് വിത്ത് സൈഡ് ബോർഡർ ഗ്രീൻ ഷെയ്ഡ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 3,000. അതിന് നിങ്ങൾക്ക് 3,000 വെഡിങ് സാരി. ഫുൾ എല്ലാ ഭാഗത്തേക്കും 1,000 മുകളിലുള്ള സ്റ്റോൺ ആണ് ചെയ്തത്. ഇപ്പൊ 3,000 രൂപയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സാരിയുടെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് വെഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ പിന്നെയും അതൊന്ന് നമ്മൾ മാക്സിമം നമുക്ക് എത്ര പറ്റുന്നുണ്ടോ അത്രയും കുറയ്ക്കും. ഈ 3,000 വിട്ടിട്ട് ഇനിയും കുറയ്ക്കുന്നു. സുഭാഷ് ചേട്ടനും താഴെ ഉണ്ടാവും, ഞാനുണ്ടാവും. അപ്പോൾ ചേച്ചിയും സുഭാഷ് ചേട്ടനും മിക്കതും നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇവരെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരെ ഷോപ്പും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം മിക്കതും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഗ്രാമത്തിന്റെ ഉള്ളിലാണെന്നുള്ളത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, വഴി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷോപ്പ് കറക്റ്റ് ഗ്രാമത്തിന്റെ ഉള്ളിലാണ്. അപ്പോൾ 5 കിലോമീറ്റർ തന്നെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരണം. പിന്നെ ഇതൊക്കെ വന്നിട്ട് പ്യുവർ കാഞ്ചീപുരത്തിന്റെ തന്നെ 5,000, 4,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്യുവർ കാഞ്ചീപുരത്തിന്റെ, അതായത് ചെറിയ വർക്ക് വേണ്ടെന്നുള്ളവർക്ക് പുതിയതായിട്ട് ചെയ്തു വന്നിരിക്കുന്നതാണ്. കുറച്ച് ഹെവി വർക്ക്, ബോഡി ഫുള്ളും ഹെവി വർക്ക് വരുന്നത്. അത് കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഇപ്പൊ കൂടുതലും കോൺട്രാസ്റ്റ് ആണെന്നുണ്ടല്ലേ? സിംഗിളും ഉണ്ട്, എന്നാലും കൂടുതലും കോൺട്രാസ്റ്റിലും. ഇതൊക്കെ ആകുമ്പോൾ കോൺട്രാസ്റ്റ് ആകുമ്പോഴാണ് ഭംഗി സാരി. ഇത് മെറൂൺ ഷെയ്ഡ് തന്നെ ആയിരിക്കും ബ്ലൗസും വരിക. ഇതൊക്കെ 4,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ നിറയെ നമുക്ക് ഒരു യെല്ലോ പിങ്ക് കുറെ വെഡിങ് നല്ല ഭംഗിയുണ്ട്. ഒരു സിൽവറും കളറും കൂടിയിട്ടല്ലേ? അതെ.
ഇതും അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഉള്ളിൽ അത്രയും ഹെവി വർക്ക് വേണ്ടാത്തവർക്ക് ഇത് നിറയെ പോകുന്ന ഒരു സാരിയാണ് കേട്ടോ. ക്രീം വിത്ത് റെഡ് ഷെയ്ഡിൻ്റെ വെറും 2250 രൂപ മാത്രമേ വരുള്ളൂ. ഇത് നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ 5000 രൂപയോളം വരുന്ന സാരി തന്നെയാണ്. പ്യുവർ പട്ടിട്ട് വരുന്ന സാരി തന്നെ. 2250 കേട്ടോ പ്രൈസ്. ഇത് നമ്മൾ 2250 രൂപ. ഇതിലും പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. 2500 2250 ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസ് ആണ് 2250. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം വെഡ്ഡിങ് സാരികൾ തന്നെയാണ്. ഇത് അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇത് നോക്ക്, ക്രീം, അതായത് ക്രിസ്ത്യൻസ് വെഡ്ഡിങ്ങിന് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന സാരികളാണ് ഇതെല്ലാം. അതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പേസ്റ്റ് കളർ ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെ ഇതെല്ലാം വെഡ്ഡിങ്ങിൻ്റെ. ഇതൊക്കെ 4500, 4000, 3500 ആ റേറ്റിലേക്ക് വരുന്ന സാരികളാണ്. ഇപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പിലുള്ള സാരികളുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ റേറ്റ് ആണെന്ന് നമ്മൾ പറയില്ല. ഇത് നോക്ക്, വെറും 2250 വരുന്ന സാരിയാണ് കേട്ടോ. പട്ടന്നെയാണ്. അടിപൊളി സാരി. 2250 രൂപയുടെ സാരി. 2250 രൂപ മാത്രമേ വരുള്ളൂ. കോൺട്രാസ്റ്റ് ആണ്, റെഡും ഗ്രീനും. ഇല്ല, സെൽഫ് വേണമെന്നുള്ളവർക്ക് റണ്ണിങ് ആയിട്ട് സെൽഫിലും വരുന്നുണ്ട്. എല്ലാം ഫുൾ ഹെവി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലൗസിന് ഒരു ആരി വർക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും സാരി. ഇതെല്ലാം ആ 2250 ആ റേറ്റിലേക്ക് വരുന്ന സാരികളാണ് കേട്ടോ. ഫുൾ ഹെവി വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് പട്ടിന്റെ അല്ലേ? അതെ 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 അതെ. അതിൻ്റെ തന്നെ പ്യുവർ കാഞ്ചീപുരത്തിൻ്റെ ഉള്ളിലേക്ക് വർക്ക് വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് വേണം. സെക്കൻഡ് സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ 2500 രൂപയുടെ സാരിയാണിത്. അതിൽ നമുക്ക് കൂടുതലും പോകുന്നൊരു കളറാണ്. ഞാൻ ഇതാ മസ്റ്റർഡ് യെല്ലോ വിത്ത്, അതിലും കൂടുതൽ നമുക്ക് ഈ പാറ്റേണിൽ പോകുന്ന ഒരു കളറാണ് മസ്റ്റർഡ് യെല്ലോ വിത്ത് റെഡ് ഷെയ്ഡിന്റെ. അടിപൊളി കളർ നിറയെ പോകുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം ഇതിന്റെ ഭംഗി അറിയണ്ടെന്ന് അറിയില്ല. അടിപൊളി കളക്ഷൻസ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിന്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെയും വെച്ചിട്ടുണ്ട്. അതേപോലെ സ്റ്റോക്കും നമ്മൾ മുകളിലും വെച്ചിട്ടുണ്ട്. സ്റ്റോക്കും വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ സ്റ്റോക്ക് വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഒട്ടും പേടിക്കണം. നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ സുഭാഷേന്റെ കടയിലേക്ക് തന്നെ പോകുന്നുള്ളൂ. അതൊരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത് വന്നിട്ട് 3000 രൂപയുടെ വൈര ഊസി സാരി എന്ന് പറയും. ഇത് കൈകൊണ്ട്, ഇതെല്ലാം ഇപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം കൈകൊണ്ട് കോർത്ത് വരുന്നത് തന്നെ. ഇത് ബോഡിയിലേക്കും ഫുള്ളും കൈകൊണ്ട് കോർത്തെടുത്ത് വരുന്ന വർക്കാണ്. അതാണ് അതിന് വൈറൂസി എന്ന് പറയുന്നത്. ഇപ്പം ഇതും നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് നിറയെ പോയൊരു സാരിയാണ്. നമുക്ക് കാഞ്ചീപുരം പട്ട് സാരി മാത്രമേ അറിയുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് പട്ട് സാരിയിൽ പല പേരുകളുണ്ട്. നമുക്ക് ഓരോ പേരുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ ടൈം അതിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. നമ്മൾ നെയ്പ്പിച്ചെടുക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്കത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഒരു സാരി നമ്മുടെ കയ്യിൽ കൊടുത്ത് അത് ഹാൻഡ്ലൂം ആണോ മെഷീൻലൂം ആണോ, അത് എന്ത് വർക്കാണെന്നുള്ളതൊക്കെ നമുക്ക് കൈ കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത്രയും പട്ട് പോലെ വേണ്ടാന്നുള്ളവർക്ക് ഇപ്പൊ പുതിയതായിട്ട് പ്യുവർ ബനാറസിയുടെ കുറേ സാരികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെറും 1200 സംതിങ് ആണ് റേറ്റ് വരിക. 1347 ആണ്. 1200 സംതിങ് റേറ്റ് വരുള്ളൂ. നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി സാരി, നല്ല നല്ല ഭംഗിയുള്ള സാരികളാണ്. ഇതാ ഗ്രീൻ, നല്ല കളറുകൾ. ഇതൊക്കെ ഇപ്പോൾ ഓണത്തിനും നിറയെ ഇപ്പോൾ പോകുന്നുണ്ട് സാരികൾ. വെറും 1200 സംതിങ്ങേ വരുള്ളൂ കേട്ടോ. ഇതൊക്കെ ഓണം കല്യാണമൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ വേഗം തന്നെ നമ്മുടെ സുഭാഷേന്റെ കടയിലേക്ക് വന്നാൽ നമുക്കിതൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. ഇത് വന്നിട്ട് അല്ലേ, ഇതും അതേപോലെ ബനാറസി തന്നെയാണ്, പ്യുവർ ബനാറസി തന്നെയാണ്. 2300 സംതിങ് വരുന്ന സാരികളാണ് കേട്ടോ ഇതെല്ലാം. അടിപൊളി സാരി. ഇതൊക്കെ ഇപ്പൊ പുതിയ ട്രെൻഡായിട്ട് നല്ല കളറുകളാണ്, നല്ല നല്ല കളേഴ്സ് ഉണ്ട്. ഇത്രയും കളേഴ്സ്, നല്ല കളേഴ്സുകളാണ്. ഈ ബ്ലാക്ക് ഒക്കെ നിറയെ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ബ്ലാക്ക്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതും അതെ 2200 സംതിങ് വരുന്ന പ്രൈസിലേക്ക് വരുന്ന സാരികളാണ് കേട്ടോ ഇതെല്ലാം. ഇതിപ്പോ നമ്മൾ വേറെ ചെറിയ ചെറിയ വേറെ വീഡിയോസ് ഒക്കെ വലിയ വലിയ ഷോപ്പിന്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ പ്രൈസിനേക്കാളും 900 രൂപയോളം ഈ സാരിക്ക് പ്രൈസ് കൂടുതലുണ്ട്. ഇവിടുത്തെ കുറച്ചും കൂടെ ചെറിയ ഡിസൈൻ. അതെ അതെ അതെ. ഇത് വെറും 2000 രൂപ മാത്രമേ വരുള്ളൂ കേട്ടോ. അത് ഡിസൈൻ വർക്കിനുള്ള വ്യത്യാസമാണ്. ബനാറസിയുടെ പ്യൂർ തന്നെയാണ്. അത് ഡിസൈനിന് കുറച്ച് ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ 2000 രൂപ മാത്രം ഇതിന് വില വരുന്നുള്ളൂ. അതേപോലെ ഇതും നോക്കൂ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതും അതേപോലെ 1800 രൂപ ആ റേറ്റ് വരുന്ന.
രൂപയ്ക്ക് ഇത്രയും നല്ല അടിപൊളി സാരികൾ. ഇതൊക്കെ നമുക്ക് നല്ല കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഓറഞ്ച് വിത്ത് ഗ്രീൻ ഷെയ്ഡിന്റെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ സത്യം പറഞ്ഞാൽ എല്ലാതും കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓരോന്ന് മാത്രം ഞാൻ ഓരോന്നിന്റെ ഓരോന്നൊക്കെയാണ് നമ്മൾ കാണിക്കുക. അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് തന്നെ. 1200 സംതിങ് വരുന്ന സാരിയാണ് കേട്ടോ. ഇതിപ്പോ വെഡിങ് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ തന്നെയാണ്. പല്ലുവും അതേപോലെ നല്ല റിച്ച് പല്ല് തന്നെ ആയിരിക്കും. ഇത്രയും നല്ല റിച്ച് പല്ല് തന്നെയാണ്. ബ്ലൗസും വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി ഫുള്ളി കളർ. ഇതും ബനാറസി തന്നെയാണ്. ഇതിപ്പോ ഒരു ഓണത്തിന്റെ ഒരു ഓഫറിന് വേണ്ടിയിട്ട് 1200 സംതിങ് വരുന്ന ഓണത്തിന്റെ ഓഫറാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും സമയങ്ങളായിരുന്നു ഓണം പർച്ചേസിങ് എന്തായാലും ഇതിന്റെ നമ്മുടെ കറക്റ്റ് MRP പ്രൈസ് വന്നിട്ട് 1900 വരുന്നതാണ്. ഇപ്പൊ ഇത് ഓണം ഓഫർ കുറെ സാരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്നൊന്നും നമുക്കും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, തിരക്ക് കാരണം, ഹോൾസെയിലിന്റെ തിരക്ക് കാരണം. ഇത് നല്ല ഭംഗിയുള്ളൊരു ഇതിന്റെ കളേഴ്സാണ് ഇതെല്ലാം. അതല്ലാതെ ഇത് അങ്ങനെ മുകളിൽ ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ബനാറസിയുടെ തന്നെ ഉള്ളിൽ പ്ലെയിൻ വരുന്ന പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. ഇതിൽ കളേഴ്സുകൾ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ 2 കളർ മാത്രമേ കാണിക്കുന്നുള്ളൂ. 2200 രൂപ വരുന്ന സാരികളാണ് ഇതെല്ലാം. എല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ്. ഇങ്ങനെ ഇതിന്റെ സിമ്പിളാണ്, പക്ഷെ തുണി നല്ല തുണിയാണ്. കല്യാണങ്ങൾക്ക് കൊടുത്താൽ അത് നമുക്ക് ഈ 2000 കൊടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റിക്കുള്ള വ്യത്യാസം അറിയാൻ പറ്റും. എന്റെ കളേഴ്സുകളും കുറെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ പല്ലു വന്നിട്ട് ഹെവി പല്ലു തന്നെ ആയിരിക്കും. ഇത് സിമ്പിൾ ആയിരിക്കില്ല. ചേച്ചി പിടിക്കും. ഇതിങ്ങനെയാണ് പല്ലുവിലേക്ക് വരുന്ന കളറ്. നമുക്ക് അങ്ങനെ ഇതാണ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരും. കോൺട്രാസ്റ്റ് തന്നെയാണ് ബ്ലൗസ്. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡായിട്ട് നിറയെ പോകുന്നുണ്ട്. വെഡിങ്ങിന് ഉടുക്കാനേ സിമ്പിൾ ആയിട്ടൊക്കെ ഉടുത്തിട്ട് പോകാനൊക്കെ പറ്റിയ സാരി തന്നെയാണ്. പിന്നെ ഇത് ജൂട്ട് സിൽക്കിലേക്ക് വരുന്ന പുതിയ സാരികളാണ്. സൈഡിലേക്ക് ത്രെഡ് വർക്ക് വരുന്ന ഇതൊക്കെ കൈകൊണ്ട് പുറത്തെടുക്കണം തന്നെയാണ് ഈ വർക്കെല്ലാം. ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും 1145 അതിന് പിന്നെ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവും. 1000ന്റെ ഉള്ളിൽ വരുന്ന സാരി, 1000ന്റെ ഉള്ളിൽ വരുന്ന സാരികളാണ്. ജൂട്ടിന്റെ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്നത്. അടിപൊളി ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ. ചെറിയ ത്രെഡ് വർക്കൊന്നല്ല കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജൂട്ടിന്റെ നമ്മൾ ഡാർക്ക് കളർ കണ്ടു. ഇനി നമുക്ക് പേസ്റ്റൽ കളറുകളും നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ 2 പീസ് വെച്ചിട്ടുള്ളൂ. അതിന്റെ തന്നെ ജൂട്ടിന്റെ തന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞ റേറ്റിലേക്ക് വേണമെന്നുള്ളവർക്ക് 790 ഡിസ്കൗണ്ട് വരുമ്പോൾ അതിന് ഡിസ്കൗണ്ട് പ്രൈസ് വരും. ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആണ്. ഇതൊക്കെ ഫുള്ള് ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. എല്ലാം 700 സംതിങ് രൂപയാണ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. ജൂട്ടിന്റെ തന്നെയാണ് കുറച്ച് റേറ്റ് കുറഞ്ഞ ടൈപ്പ്. കുറഞ്ഞത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞ ടൈപ്പ്. അടിപൊളി കളർ അല്ലേ. ഇതങ്ങനെ അത് പല്ലൂലിക്ക് വരുന്ന ഡിസൈനാണ്. ഇതെല്ലാം എല്ലാം സാരി വിത്ത് ബ്ലൗസ് തന്നെയാണ്. എല്ലാ സാരിയും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത്. അടുത്തത് ഇത് വന്നിട്ട് ഇതും അതേപോലെ കോൺട്രാസ്റ്റ് വേണമെന്നുള്ളവർക്ക് 1300 ഒക്കെ വേണമെന്നുള്ളവർക്ക് കോൺട്രാസ്റ്റ് വരുന്ന സാരികളാണ് ഇതെല്ലാം. ഇതിന്റെ കളറുകളാണ്. വെയിറ്റ്ലെസ് ആയിരിക്കട്ടെ. ഇതും അതേപോലെ നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരികൾ തന്നെയാണ്. ഇതെങ്ങനെയാണ് പല്ലൂലിക്ക് ഹെവി പല്ലു തന്നെയാണ്. അതേപോലെ ബ്ലൗസ് നല്ല ഹെവി തന്നെ ആയിരിക്കും. ഇതാണ് സാരി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ നമുക്ക് കൂടുതലും പോകുന്നൊരു കളർ ഞാൻ കാണിച്ചു തരാം. ഈ ക്രീം വിത്ത് റെഡൊക്കെ നമുക്ക് നിറയെ പോകുന്നൊരു സാരി കളക്ഷനാണ് കേട്ടോ. അതിങ്ങനെ ക്രീം വിത്ത് റെഡിലേക്ക് കല്യാണം. അതെ. അതേപോലെ ഇതിൻ്റെ ബ്ലാക്ക് വിത്ത് റെഡ് ഉണ്ട്. അതിൻ്റെ വെച്ചിട്ട് ഞാൻ കാണിച്ചു. ഇങ്ങനെയാണ് സാരിയുടെ ഉള്ളിലേക്ക് വരുന്ന മുന്താണിയിലേക്ക് വരുന്നതും. ഇതാണ് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈന്. അതേപോലെ ഇതാണ് ഫുൾ ബോഡിയിലേക്ക് വരുന്ന ഡിസൈൻ. ഇതിൽ ചെറിയ ഇത് സിൽവർ വർക്കും കൂടി ഉണ്ട്. അപ്പൊ അത് ഗോൾഡൻ വർക്ക് ചേർന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലൈറ്റത്തൊക്കെ വരുമ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അതെ. ഇത് വന്നിട്ട് 1700 അടുത്ത് വരുന്ന സാരികളാണ് കേട്ടോ. ഇതും അതേപോലെ ഇതേ സെയിം കോൺട്രാസ്റ്റ് വേറെ കളർ വരുന്നത്. സെയിം റേറ്റ് തന്നെ. അതെ. ഇതിങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരിക. അതേപോലെ ഇതങ്ങനെ ഗ്രീൻ വിത്ത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇത് ബോഡി വരും, ഇത് ബ്ലൗസ് വരും. ഇതാണ് നമ്മുടെ പല്ലു. അതെ. പിന്നെ അതേപോലെ ഇത് ചാർക്കോൾ ജെറിയിൽ ഇപ്പോൾ പുതിയതായിട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുകയാണ്.
ചാർക്കോൾ ജെറിയിൽ നെയ്ത് വരുന്ന സോഫ്റ്റ് സിൽക്കിൻ്റെ സാരികളാണെല്ലാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2300 സംതിങ് ആണ്. അന്ന് ഡിസ്കൗണ്ട് പ്രൈസും ഉണ്ടാവും. ഇതിങ്ങനെ പുതിയതായിട്ട് വന്ന നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സാരി. ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് തൊടുമ്പോൾ തന്നെ അതറിയാം. കൊടുത്തിരിക്കുന്ന ഇതെല്ലാം ചാർക്കോൾ ജെറിയാണ്. അതേപോലെ ഉള്ളിലേക്ക് വർക്ക് കൊടുത്തിരിക്കുന്നതും ചാർക്കോൾ ജെറി ഇട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുകയാണ്. ഒരെണ്ണം വേണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. അല്ലാതെ ഇത് നിറയെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ് പോലെ വരുന്നത്, ഡാർക്ക് ഷെയ്ഡിനെക്കാട്ടിലും. ഇത് ക്രിസ്ത്യൻസിനാണ് കൂടുതലും പോണത്. ക്രിസ്ത്യൻസ് ഇഷ്ടപ്പെട്ടെടുക്കണ പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ്. ഇതാണ് പല്ലുവിന്റെ ഭാഗം വരുന്നത്. ഇത് ബ്ലൗസും ഇത് ബോഡി. ബോഡിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഫുൾ വർക്ക് ഉണ്ട്. വർക്ക് വന്നിട്ട് ഇതും കൈകൊണ്ട് കോർത്തെടുത്ത് വരുന്ന വർക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലേ, കൈ കൊണ്ട് ചെയ്യുന്നതാണ്, മെഷീൻ അല്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് അത്രേ വരുന്നുള്ളൂ. അത്രയും വെയിറ്റ്ലെസ്സും ആയിരിക്കും സാരി. അതിലും കുറെ കളർ സെറ്റുകൾ ഉണ്ട്. ഒരുപാട് കളറുകളുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒരു കളറാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കാൻ മാത്രമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കളറും കൂടെ, ഇത് നോക്കൂ, കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ്. പീക്കോക്കും മെറൂണും. അതെ. ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ്. അതേപോലെ സാരിയുടെ ഉള്ളിലേക്ക് നോക്കൂ, നമുക്ക് ജെറി അങ്ങനെ ഒരുപാട് മുഖത്തേക്ക് അടിക്കണ പോലെ ഉണ്ടാവില്ല. സൈലന്റ് ആയിരിക്കും. അതെ.